അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 2 വർഷക്കാലമായി ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഫലസ്തീൻ എന്നത്. ഏകദേശം 70,000-ത്തിലധികം മനുഷ്യരെ 2 വർഷം കൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഭീകര സയണിസ്റ്റ് രാഷ്ട്രം കൊന്നുതള്ളിയത്. അതിൽ തന്നെ ഏറ്റവും ഭയാനകമായി നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നത് 20,000-ത്തിലധികം കുഞ്ഞുങ്ങളാണ് എന്നതാണ്. അതുപോലെ തന്നെ 30,000-ത്തിലധികം സ്ത്രീകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ആ സയണിസ്റ്റ് ഭീകരരാഷ്ട്രം കൊന്നുതള്ളുകയാണ്. ഈ ഒരു അവസരത്തിൽ പലതരത്തിലും പല ആളുകൾ വ്യത്യസ്ത രീതിയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ചില ആളുകൾ വിശ്വാസികളോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഇങ്ങനെ വംശഹത്യക്കിരയാകുന്ന സമയത്തും നിങ്ങളുടെ ദൈവം അള്ളാഹു ഇടപെടാത്തത് എന്നതാണ്. അതുപോലെ തന്നെ ദുർബലരായിട്ടുള്ള സാധാരണക്കാരായ വിശ്വാസികൾ പോലും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സഹായം വരാത്തത് എന്നതാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഫലസ്തീൻ പ്രശ്നത്തെ മുന്നിൽ വെച്ച് ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഖലീൽ സാഹിബ്, ഈ വിഷയത്തെ ഒരു വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ നമ്മളെല്ലാവരും എങ്ങനെ അഭിമുഖീകരിക്കണം? നമ്മളുടെ സമീപനം എന്താകണം ഈ വിഷയങ്ങളിൽ? ഇസ്ലാമിക സമൂഹത്തിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹം പ്രതിസന്ധിയിൽ അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും വരുന്ന ചോദ്യങ്ങളിലൊന്നാണ്, അള്ളാഹിൻ്റെ സഹായം എവിടെയാണ്? എന്തിനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ, വളരെ ക്രൂരമായ പരീക്ഷണങ്ങളൊക്കെ എന്തിനാണ് എന്നുള്ള ചോദ്യം ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കും തോന്നാറുണ്ട്. എന്തിനാണ് ഇത്ര പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ പടച്ചോൻ്റെ സഹായമൊക്കെ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്നത്, കേവലം 1-2 പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കേസുകളെ മുൻനിർത്തി ആലോചിക്കുക എന്നതിന് പകരം കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലുള്ള ആലോചന നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവണമെന്നാണ്. പ്രത്യേകിച്ച് സുന്നത്തുള്ള എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സുന്നത്ത് എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരിക റസൂലിൻ്റെ ചര്യ അല്ലെങ്കിൽ റസൂലിൻ്റെ സുന്നത്ത് എന്നുള്ളതാണ്. അതേസമയം വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ സുന്നത്ത് എന്നുള്ള വാക്ക് റസൂലിലേക്കല്ല ചേർത്ത് വെച്ചത്, അല്ലെങ്കിൽ റസൂലിൻ്റെ ചര്യ എന്നല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറിച്ച് അത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സുന്നത്തുല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. മാറ്റമില്ലാത്ത അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് കഥകളെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചരിത്രങ്ങൾ, വ്യത്യസ്ത സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ജയപരാജയങ്ങളെക്കുറിച്ച്, അവരുടെ ഉദ്ധാനപതനങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. ഒരുപക്ഷെ വിശുദ്ധ ഖുർആന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ കഥകളും ചരിത്രങ്ങളൊക്കെയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവങ്ങളിലെ വിലയിരുത്തുമ്പോഴോ അല്ലെങ്കിൽ അതിനെ ആ അർത്ഥത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സുന്നത്തുല്ലാഹിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4 അടിസ്ഥാനങ്ങളിലേക്ക് അതിനെ പരിമിതപ്പെടുത്താൻ സാധിക്കും. ഇപ്പം ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് യൂസുഫിനെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സവിസ്തരമായി അദ്ദേഹം ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട 4 അടിസ്ഥാനങ്ങളാണ് സുന്നത്തുള്ളനെ മനസ്സിലാക്കുന്നതിലുള്ളത്. അതിലൊന്ന് എന്നുള്ളത് ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘർഷങ്ങളാണ്. ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘർഷങ്ങൾ എന്നുള്ളത് അത് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ആരംഭത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച നമുക്കറിയാം ആദം ഇബ്ലീസ് സംഭവത്തെ തുടർന്ന് മനുഷ്യാവസാനം വരെ ഈ ഒരു ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഹക്കിന്റെ മാർഗത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഹക്കിന്റെ മാർഗത്തിൽ നിൽക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പം കൂടുതൽ ശ്രമകരമായിട്ടുള്ളതും, അല്ലെങ്കിൽ ത്യാഗങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളും നൊമ്പരങ്ങളൊക്കെ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ ഹക്കിന്റെ മാർഗത്തിലായിരിക്കും. ബാത്തിലിന്റെ മാർഗം പലപ്പോഴും സൗകര്യമുള്ളതോ സുഖമുള്ളതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹക്കും ബാത്തിലും തമ്മിലുള്ള സംഘട്ടനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതിനെ തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ്, അല്ലെങ്കിൽ സുന്നത്തുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് മനസ്സിലാക്കേണ്ടതാണ് സുന്നത്തുൽ ഇബ്തിലാഇനെ മനസ്സിലാക്കുക എന്നുള്ളത്. സത്യവിശ്വാസികളുടെ ജീവിത ദർശനത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് എന്ത്? ഈ ജീവിതം എന്നുള്ളത് പരീക്ഷണമാണ് എന്നുള്ള സത്യവിശ്വാസികളുടെ ആലോചനയും ചിന്തയും. ഇതും സുന്നത്തുള്ളയിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതേപോലെ തന്നെ സുന്നത്തുള്ളയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്
അള്ളാഹുവിൻ്റെ സഹായവും അതുവഴി വിജയവും സത്യവിശ്വാസികൾക്ക് കൈവരിക്കുക എന്നുള്ളത്. എല്ലാ കാലഘട്ടത്തിലും പരീക്ഷിക്കപ്പെടുക എന്നല്ല, മറിച്ച് പരീക്ഷകളുടെ വേറൊരു രൂപത്തിലേക്കും അത് മാറ്റപ്പെടും. അള്ളാഹുവിൻ്റെ സഹായത്തിലേക്ക് സുന്നത്തു നസ്റു വ തംകീൻ, അള്ളാഹു ഈ ഭൂമികളിൽ അവർക്ക് ആധിപത്യം നൽകുകയും യഥാർത്ഥ അവകാശികളെ അവരെ ആക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ സുന്നത്തിൻ്റെ മറ്റൊരു സംഗതിയാണ് സുന്നത്തു ഇഹ്ലാക്കിൽ മുക്കദ്ദിബീൻ, സത്യനിഷേധികളായ ഈ ഭൂമിയിൽ അതിക്രമകാരികളായ ആളുകളെ അള്ളാഹു കൈകാര്യം ചെയ്യും. ചില സന്ദർഭത്തിൽ അവർക്ക് സാവകാശങ്ങൾ നൽകും, അവർക്ക് അവരുടെ നിഷേധത്തിൽ സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ നൽകും. പക്ഷേ അള്ളാഹു അവരെ പിടികൂടുക തന്നെ ചെയ്യും, അവർക്കുള്ള ശിക്ഷകൾ എന്നുള്ള. ഇത് നമുക്ക് വിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ വ്യത്യസ്ത സമുദായങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സുന്നത്തുള്ളയിൽ നമ്മൾ മനസ്സിലാക്കുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുന്നത്തുള്ള അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സവിശേഷമായും ഫലസ്തീൻ്റെ ഒരു കോണ്ടക്സിൽ സുന്നത്തുള്ളയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ സുന്നത്തുൽ ഇബ്തിലാഇനെ കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പരീക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ചില നടപടിക്രമങ്ങൾ അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. പലപ്പോഴും നേരത്തെ ഇതിൻ്റെ ഒരു ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീനിലെ ജനത അവിടെ വംശഹത്യക്കിരയാകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൈവം ഇതൊന്നും കാണാത്തത്? അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു റബ്ബ് എന്തുകൊണ്ടാണ് ഇവരെ ഈ വംശഹത്യ ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് അതിനെ ആസ്വദിച്ച് ഒരു ഉന്മാദിയെപ്പോലെ അല്ലെങ്കിൽ ഒരു നിഷ്ക്രിയനെ പോലെ അങ്ങനെ ഒരു ദൈവമാണോ നിങ്ങളുടെ ദൈവം എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അടിസ്ഥാനപരമായി ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം അവരുടെ ജീവിത വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ജീവിത വീക്ഷണത്തെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ നംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ നംശാജിൻ, പൊട്ടിപ്പിടിക്കുന്ന ബീജങ്ങളിൽ നിന്ന് നാം മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലാഹ് പറയാൻ എന്തിനാണ്? ലിനബ്തലീഹി, നാം അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹ് പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവൻ. എന്തിനാണ് ആ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവരിൽ ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വിശ്വാസികളുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കുന്നത് അടിസ്ഥാനപരമായി മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണമാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ പരീക്ഷണമാണ് എന്ന് പറയുമ്പോഴും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യം ദുരിതങ്ങളും പ്രയാസങ്ങളും ദുഃഖവും മാത്രമാണ് പരീക്ഷണം എന്നുള്ളതാണ്. അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയല്ല. അത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നേട്ടങ്ങളും ഒക്കെയും പരീക്ഷണമാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഷ എന്ന് പറയുന്നത്. അത് വനബുലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന എന്ന് ഖുർആൻ പറയണം. നിങ്ങളെ നാം ഷെറു കൊണ്ടും അതുപോലെ തന്നെ ഖൈറു കൊണ്ടും പരീക്ഷിക്കും. നിങ്ങൾക്ക് നന്മ നൽകിക്കൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും. അപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല, അതിൽ അനുഗ്രഹങ്ങൾ സന്തോഷങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കണം. സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു. ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഫഅക്റമഹു വനഅമഹു, അവനെ നാം ആദരിക്കുകയും അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് പരീക്ഷിച്ചു. തൊട്ടു ശേഷമുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നത് വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു. ആ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്നത് അവന്റെ റിസ്ഖിൽ കുറവ് വരുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ദുരിതങ്ങൾ പ്രയാസങ്ങൾ നൽകിക്കൊണ്ടാണ്. ഖുർആൻ ഈ രണ്ട് പരീക്ഷണത്തെക്കുറിച്ചും സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ പല വീട് നിർമ്മാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഹാദാ മിൻ ഫളിൽ റബ്ബി എന്ന് ഒരു ചെറിയൊരു ബോർഡൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ആയത്ത് അത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ആ ആയത്തിന്റെ ബാക്കി ഭാഗം കൂടി ചേരുമ്പോഴാണ് അല്ലെങ്കിൽ വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അർത്ഥം പൂർണ്ണമാകുന്നത് എന്നതാണ്. ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ
ഫളിലിൽ നിന്നുള്ളതാണ് എന്ന് മനുഷ്യൻ പറയുന്നുണ്ട്. പക്ഷെ അതിന് ശേഷം പറയുന്നത് ലിയബുലുവനി അഷ്കുർ അം അക്ഫുർ. എന്തിനാണത്? ലിയബുലുവനി, അതെന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ അതിൻ്റെ പേരിൽ ആ റബ്ബിനോട് നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദികേട് കാണിക്കുമോ എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ അനുഗ്രഹത്തെ പോലും റബ്ബ് നൽകിയിട്ടുള്ളത് നന്ദിയുള്ളവനാണോ നന്ദിയില്ലാത്തവനാണോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്ന് പറയുന്നത് ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമുക്ക് ജീവിതത്തിൽ നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെയും പരീക്ഷണങ്ങളാണ്. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫലസ്തീനിലുള്ള ജനത ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തൊരു അവസ്ഥയാണ് അല്ലേ? ഫലസ്തീനിലെ ജനത എന്തുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം വരുന്നത് അതുകൊണ്ടാണ്. അടിസ്ഥാനപരമായി ഫലസ്തീനിലെ ജനത മാത്രമല്ലല്ലോ പരീക്ഷിക്കപ്പെടുന്നത്, അതേസമയം നമ്മളും പരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നൊരു ബോധത്തിലേക്കും വരണം. ഞാൻ ഏത് പരീക്ഷണത്തിലാണ് ഉള്ളത്, ആ പരീക്ഷണത്തിൽ എൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പൊ അടിസ്ഥാനപരമായി ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് ബോധ്യമുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും അത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നതാണ് സത്യവിശ്വാസികളുടെ ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത്. അതിൽ അള്ളാഹു സവിശേഷമായി തന്നെ അങ്ങനെ തന്നെ മനുഷ്യന്റെ ജീവിതം പരീക്ഷണത്തിനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്ത് അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ഇവിടെയല്ല എന്നുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതം ഇവിടെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ഇങ്ങനെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അസ്വസ്ഥതകളും അതുപോലെ തന്നെ വല്ലാത്ത ടെൻഷനുകളും ഡിപ്രഷനിലേക്കും ഒക്കെ മനുഷ്യന്മാർ പോവുക. പക്ഷെ അതിനപ്പുറത്തേക്ക് അള്ളാഹു പറയുന്നത് മൗത്തിനെ സൃഷ്ടിച്ചു എന്നാണ്. അല്ലാതെ ഖലഖൽ മൗത്ത് എന്നാണ്, വൽ ഹയാത്ത് എന്നാണ്. രണ്ടാമതാണ് അള്ളാഹു ഹയാത്തിനെ പരാമർശിക്കുന്നത്. അപ്പൊ മുഫസ്സിറുകൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് പഠിച്ചോന്ന് ആദ്യം മൗത്തിനെ പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ പലരും മരിക്കുന്നത്. പക്ഷെ ആദ്യം അള്ളാഹു ഹയാത്തിനെയാണ് പറയേണ്ടത്, രണ്ടാമതാണ് അള്ളാഹു ജീവിതത്തെ പറയേണ്ടത്. പക്ഷെ അള്ളാഹു ആദ്യം മൗത്തിനെ പറഞ്ഞു. അതായത് മരണത്തിന് ശേഷമുള്ളതാണ് യഥാർത്ഥ ഹയാത്ത്, യഥാർത്ഥ ജീവിതം. അതായത് ദുനിയാവിലുള്ളത് ജീവിതമല്ല എന്ന. അപ്പൊ എന്തിനാണ് ദുനിയാവ്? തുടർന്ന് അള്ളാഹു തന്നെ പറയാണ്, അതിനുത്തരം നൽകുകയാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദുനിയാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസികളുടെ ഒരു ജീവിത വീക്ഷണമായിട്ട് അത് അള്ളാഹു ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും വിശ്വാസികൾക്ക് സാധ്യമാകണം എന്നതുകൂടിയാണ്. ഇതില് പിന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാല് തീർച്ചയായും സുഖദുഃഖങ്ങളും അനുഗ്രഹങ്ങളൊക്കെ പരീക്ഷണങ്ങളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ മനുഷ്യപ്രകൃതി എന്നുള്ളത് പൊതുവെ ഏറ്റവും എളുപ്പമുള്ളതിനെ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് നമ്മളൊരു താല്പര്യം. ഏറ്റവും സുഖമുള്ളതിനെ സ്വീകരിക്കുക. ഒരു പ്രയാസം ഒരു എളുപ്പമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് എങ്ങോട്ടാ ചായുക എന്ന് ചോദിച്ചാൽ അത് എളുപ്പത്തിലേക്കായിരിക്കും. ഇതൊരു മനുഷ്യപ്രകൃതത്തിന്റെ ഒരു സ്വഭാവമാണ്. ഹക്കിന്റെ മാർഗത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ പിന്നെ ഇത്തരത്തിലുള്ള ഒരു സുഖമുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകുമോ ഇല്ലേ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, നിലവിലെ അറബ് ലോകത്തിലെ തന്നെ യുവ പണ്ഡിതനായ നൈഫ് ബിൻ നഹാർ, അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ ഒരു പുതിയ ടേം നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നു, അൽ ഇസ്ലാം അൽ മജ്ജാനി എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തുക. അപ്പൊ അൽ ഇസ്ലാം അൽ മജ്ജാനി എന്ന് വെച്ചാൽ ഫ്രീ ഇസ്ലാം എന്നാണ് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് പറയാൻ പറ്റുക. കുറച്ചും കൂടി സുഖമുള്ള ഒരു ഇസ്ലാം, സൗകര്യമൊക്കെ ഉള്ള ഒരു ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ ഒരു ആത്മീയമായ അനുഭവങ്ങളൊക്കെ ആസ്വദിച്ചു പോവുക. അതേസമയം അതിൻ്റെ ബാധ്യതകളെയോ അതിൻ്റെ വേദനകളെയോ അല്ലെങ്കിൽ അതിൻ്റെ യാതനകളെയോ ഒന്നും പിന്നെ ഏറ്റെടുക്കാതെ വളരെ ഒരു സുഖമുള്ള ഒരു ജീവിതം നയിച്ചിങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് അദ്ദേഹം അതിലൂടെ അർത്ഥമാക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിചാരം കൂടിയാണിത്. ഇസ്ലാമിന്റെ ഒരു ഭാഗത്ത് നിൽക്കാം, ഇസ്ലാമിന്റെ ഒരു ഭാഗം ശരിക്കാം, അതേ സമയത്ത് തന്നെ പിന്നെ ഈ ഹക്കിന്റെ മാർഗത്തിൽ, ആദർശത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന അതിന്റെ ബാധ്യതകളെ ഏറ്റെടുക്കാൻ പലപ്പോഴും നമ്മൾ വിസമ്മതിക്കുകയും ചെയ്യുക എന്നുള്ള പ്രകൃതം പലപ്പോഴും നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സംഗതിയെ വിശുദ്ധ ഖുർആൻ തന്നെ തിരുത്തുന്നുണ്ട് എന്നാണ്.
ഈ ഒരു ബോധ്യത്തെ, ഈ ഒരു ധാരണയെ വിശുദ്ധ ഖുർആൻ തിരുത്തുന്നുണ്ട്. ആ ഹസിബന്നാസു അൻ യുത്രക്കു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. വിശുദ്ധ ഖുർആൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറയുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലഖദ് ഫത്തന്നല്ലദീന മിൻ വലഖദ് ഫത്തന്നല്ലദീൻ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ എന്താണ് നമ്മൾ അവിടെ പരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൂട്ടത്തിൽ ആരാണ് സത്യവാന്മാർ, യഥാർത്ഥത്തിൽ ആരാണ് നിഷേധികൾ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തീർച്ചയായും നമ്മൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ധാരണകൾ പലപ്പോഴും നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാ. ആ സാധ്യതയാണ് എന്ത്? നമ്മ ഹസിബ്തും, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഹസിബന്നാസ്, ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? വ്യത്യസ്ത സന്ദർഭങ്ങൾ ഈ രൂപത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ അൽ ഇസ്ലാം അൽ മജ്ജാനി, ഒരു സുഖമുള്ള ഇസ്ലാം എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. മറിച്ച് എന്താണ്? ഇന്നല്ലാഹു ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗം വേണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നഫ്സ് നിങ്ങൾ എന്താണ് പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കാൻ സാധ്യമാകണം. സ്വർഗം നിങ്ങൾക്ക് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ സാധ്യത. റസൂലിന്റെ അടുക്കൽ ഒരിക്കൽ ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ യജമാനിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ അങ്ങേയറ്റം പീഡനം അനുഭവിക്കപ്പെട്ട ഒരു സഹാബിയാണ് ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു. പലപ്പോഴും നമ്മൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പറയുന്നത് പോലെ ആ അർത്ഥത്തിൽ തന്നെ പറയപ്പെടേണ്ട ഒരാൾ, അല്ലെങ്കിൽ പരാമർശിക്കേണ്ട ഒരു സഹാബി കൂടിയാണ് ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് സുദുസുൽ ഇസ്ലാം എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച 6-ൽ ഒരാളാണ് ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു ഒക്കെ പറയപ്പെടാറ്. അപ്പം ഉമറുല്ലാന്റെ കാലഘട്ടത്തിൽ ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാഴ്ച എന്നുള്ള അദ്ദേഹത്തിന്റെ പുറത്തു നിന്ന് അദ്ദേഹത്തിന്റെ തോലൊക്കെ ഇങ്ങനെ കരിഞ്ഞുപോയ തോലുകളൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പുറത്ത് ഉമറുല്ലാന്റെ കാലഘട്ടത്തിലും ആ അടയാളം അവിടെ അവശേഷിക്കുന്നുണ്ടല്ല. അപ്പൊ എന്തായിരുന്നു ആ സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിച്ചതിന് പേരിൽ, ഹക്കിന്റെ മാർഗത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനിൽ കനലിൽ അദ്ദേഹത്തെ ഇട്ട് പൊള്ളിച്ച്, എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഈ മാംസങ്ങൾ ഇറ്റി വീണിട്ടാണെന്ത് ആ കനല് അണഞ്ഞു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വേദന അനുഭവിച്ച ഒരു സഹാബിയാണ് ഹബ്ബാബിന് അറത്ത് അൻഹു. അതേ ഹബ്ബാബിന് അറത്ത് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അല്ലേ റസൂലെ അലാ തസ്തൻസിറു ലന അലാ തദ്ഉ ലന, റസൂലെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് ദുആ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാണെന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പൊ റസൂല് ഹബ്ബാബിന് അള്ളാഹിനോട് പറയുന്നത്, നിങ്ങൾക്ക് മുമ്പ് കുറെ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരിലെ പുരുഷന്മാരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, ഈർച്ചവാളുകൾ കൊണ്ട് അവരെ ശരീരത്തെ രണ്ടാക്കി പുലർത്തിയിട്ടുണ്ട്, അവരുടെ ശരീരത്തിൽ നിന്ന് എല്ലിനെയും മാംസത്തെയും വേർപെടുത്തിയിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്താണ്? ലയുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ, തീർച്ചയായും അള്ളാഹു ഈ ദൗത്യത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ റസൂലിന് വേണമെങ്കിൽ ഹബ്ബാബുള്ളാഹിനോട് പറയാം, താങ്കളൊന്ന് ക്ഷമിക്ക് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷെ റസൂല് പറഞ്ഞത് എന്താണ്? മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹിന്റെ സുന്നത്തിന്റെ ഭാഗമായി ഇബ്തിലാ കഴിഞ്ഞുപോയ ആളുകളുണ്ട്. ഈ അർത്ഥത്തിൽ കഴിഞ്ഞു പോവുക എന്നുള്ളത് എന്താണ്? ഈ ഹക്കിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത കൂടിയാണെന്ന്. ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ആളുകൾ, അല്ലെങ്കിൽ നൊമ്പരപ്പെട്ട ആളുകൾ, പ്രയാസപ്പെട്ട ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പ്രവാചകന്മാർ തന്നെയാണ് എന്നാണ്. ഇത് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ അഷദ്ദുന്നാസി ബലാഅൻ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അൽ അംബിയ, പ്രവാചകന്മാരാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, അതിനുശേഷമുള്ള, അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് സമാനമായ ആളുകൾ, സുമ്മൽ ഫൽ അംസൽ, അതിനും സമാനമായ ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആളുകൾ ആരാണെന്ന് വെച്ചാൽ ഈ ദൗത്യം ഏറ്റെടുത്ത, ഈ ദൗത്യ സന്ദേശത്തിന്റെ വാഹകരായ, ഇതിന്റെ പ്രചാരകരായ, ഒന്നാമത്തെ പ്രചാരകരായ സാക്ഷാൽ പ്രവാചകന്മാരിൽ തന്നെയാണ് എന്ത് ഏറ്റവും കൂടുതൽ നൊമ്പരപ്പെടുകയും പ്രയാസങ്ങൾ അനുഭവിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഓരോ പ്രവാചകന്മാരും അതത് സമൂഹങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ വരുന്ന സമയം അവരാരും പൂമാലയിട്ട് സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വളരെ സുഖസുന്ദരമായി ആ ദൗത്യം
നിർവഹിക്കാമെന്ന് അവർ കരുതിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ നിർവഹിക്കാനും കഴിഞ്ഞിട്ടില്ല. ആ സമൂഹത്തിൽ നിന്ന്, സത്യനിഷേധികളിൽ നിന്ന് വലിയ അധിക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, ഭീഷണികൾ, ഇതൊക്കെ വലിയ അർത്ഥത്തിൽ നേരിട്ടവരാണ് പ്രവാചകന്മാരെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വഖാലല്ലദീന കഫറു ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, സത്യനിഷേധികൾ അവരുടെ പ്രവാചകന്മാരോട്, ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ചല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലിറുസുലിഹിം, അവരുടെ പ്രവാചകന്മാരാണ്. അപ്പൊ അഥവാ പൊതുവെയും പ്രവാചകന്മാർ നേരിട്ടൊരു ഭീഷണിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്താണ് ആ ഭീഷണി? ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മില്ലത്തിലേക്ക്, ഞങ്ങളുടെ ആശയത്തിലേക്ക്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്നിലേക്ക് നിങ്ങൾ തിരികെ വരണം. നമ്മൾ കുറച്ചുകൂടി ഇന്ത്യയുടെ ഒരു കോണ്ടക്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ മുസ്ലിങ്ങളോട് കാണുന്ന ഭീഷണിപ്പെടുത്തുന്ന, ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പാകിസ്ഥാനിലേക്ക് പോകണം, അതല്ലെങ്കിൽ നിങ്ങൾ ഗർവാപ്പസി നടത്തണം, ഇത് ഹിന്ദു മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്ന് പറയുന്ന ഒരു ഭീഷണി അടിസ്ഥാനപരമായി ഒരു 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 2 തവണകളായി നരേന്ദ്രമോദി ഇവിടെ ഭരിക്കുന്ന സമയത്ത് പുതുതായിട്ട് കേൾക്കുന്ന ഒരു ഭീഷണിയല്ല. ചരിത്രത്തിൽ പ്രവാചകന്മാർ ഒക്കെയും കേട്ട ഭീഷണിയായിട്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. അപ്പൊ ഈ ഭീഷണിക്ക് മുമ്പിൽ ആ പ്രവാചകന്മാർ ഉറച്ചു നിന്നു. ആ ഉത്തരവാദിത്വവും ആ ദൗത്യം നിർവഹിക്കുന്നതിൽ അവർ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയ പീഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവരിൽ പലവരും കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ശരിക്ക് അതിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിശ്വാസികൾ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അത് പ്രവാചകന്മാരെ രക്ഷപ്പെടണമായിരുന്നു. കാരണം അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. അള്ളാഹിന്റെ ദീനിനെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാനും അത് പ്രചരിപ്പിക്കാനും അതിനു വേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് അള്ളാഹ് നിയോഗിച്ച മനുഷ്യരെ തന്നെയാണ് അതിന്റെ മാർഗത്തിൽ ഉണ്ടായിരിക്കെ തന്നെ കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാർ വരെ നമുക്ക് കാണാൻ കഴിയും. ജൂതന്മാരുടെ വലിയ ചെയ്തികളായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് യഖ്തുലൂനൽ അംബിയ, അല്ലെങ്കിൽ യഖ്തുലൂനൻ നബിയ്യിന ബിഗൈരി ഹഖ്ഖിൻ, ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അത് സൂറത്ത് ആൽ ഇംറാനിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇത് ഇത്രയും പീഡനങ്ങൾ ഏറ്റാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശിദ്ദത്തുൽ ബല, അതായത് പരീക്ഷണത്തിന്റെ കാഠിന്യം അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രവാചകന്മാരാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ചരിത്രങ്ങൾ അത് നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ നമ്മൾ സവിശേഷമായി നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പം ഖലീൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ടാണ് സഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലുള്ളാഹ് അയ്യുന്നാസു അശദ്ദുൽ ബലാ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അതിന് കൊടുക്കുന്ന മറുപടി അൽ അംബിയ എന്നാണ്. അതായത് സ്വന്തം ജീവിതത്തിലൂടെ പരീക്ഷണങ്ങളുടെ പർവ്വതങ്ങൾ താണ്ടിയിട്ടുള്ള ഒരു റസൂലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ ജീവിതം പോലും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് യത്തീമായിക്കൊണ്ടാണ് പ്രവാചകൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് എന്നതാണ്. യത്തീമുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കാഠിന്യമുള്ള ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് വാപ്പ മരിച്ചു പോവുക. അതാണ് ഏറ്റവും യത്തീമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കൈ പിടിച്ചിട്ട് മദീനയിലേക്ക് പോകുന്നുണ്ടല്ലോ 6-ാമത്തെ വയസ്സിൽ. അതായത് 5 വയസ്സ് വരെ ഹലീമ ബീവിയുടെ കൂടെയാണ്. അതിനുശേഷമാണ് പ്രവാചകൻ 6-ാമത്തെ വയസ്സിൽ ആമിന ബീവിയുടെ അടുക്കലേക്ക് വരുന്നത്. ആ സമയത്ത് വാപ്പയുടെ കബറിടം കാണാൻ കൂടിയിട്ടാണ് പോകുന്നത് മദീനയിലേക്ക്. അപ്പോൾ മദീനയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മയും മരണപ്പെടുകയാണ്. വൈക്കിൽ വെച്ച് ഉമ്മയും മരണപ്പെടുകയാണ്. അപ്പൊ ആ കുഞ്ഞു ബാലനായിട്ടുള്ള ഹബീബായ റസൂലിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. അയ്യുന്നാസ് അശദ്ദുൽ ബല അല്ല അംബിയ എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം അതാണ്. അപ്പം അതിനുശേഷം പ്രവാചകന് താങ്ങും തണലുമായിട്ടുള്ള അബ്ദുൽ മുത്തലിബ്, 8 വയസ്സാകുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബും മരിക്കുക. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ ആ ഒരു മരണത്തെ കുറിച്ചിട്ട് പരാമർശിക്കുന്നിടത്ത് കാണാൻ പറ്റും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയുന്ന ഒരു കാഴ്ച ചരിത്രത്തിൽ കാണാം.
അബ്ദുൽ മുത്തലിബിന്റെ മയ്യത്ത് കട്ടിൽ പിടിച്ചുകൊണ്ട് കരയുന്നൊരു റസൂലിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുമല്ല, ഇനി റസൂൽ ആയതിനു ശേഷം നമ്മൾ ആലോചിച്ചാൽ അതുവരെ പ്രവാചകൻ എടുത്തു വളർത്തിയിട്ടുള്ളത് ആ സമൂഹമാണ്. പക്ഷെ ആ സമൂഹം പോലും എന്താക്കുകയാണ്, പ്രവാചകൻ ഇസ്ലാമിനെ കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമ പ്രഖ്യാപിക്കുന്ന സമയത്ത് തബ്ബൻ ലക് എന്ന് വിളി വരികയാണ്. അത് വിളി വരുന്നത് ആരാ വിളിക്കുന്നത്? പ്രവാചകൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട പ്രവാചകന്റെ സ്വന്തം മൂത്താപ്പ അബൂലഹബാണ് തബ്ബൻ ലക് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ പ്രവാചകനെതിരെയുള്ള വിളികൾ വരികയാണ്. പ്രവാചകനെ മജുനൂൻ എന്ന് വിളിക്കുകയാണ്, പ്രവാചകനെ മാരണക്കാരൻ എന്ന് വിളിക്കുകയാണ്. എന്നിട്ടും പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും ആമുൽ ഹുസുൻ എന്ന് പറയുന്ന ഒരു വർഷമുണ്ട്. ആമുൽ ഹുസുൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ആമുൽ ഹുസുൻ എന്ന് പറഞ്ഞാൽ ദുഃഖവർഷം എന്ന് വെച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിൽ പിന്നെ ദുഃഖങ്ങളില്ല നമ്മൾ വിചാരിക്കുക. പക്ഷെ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഇബ്രാഹിം കുഞ്ഞായിരിക്കുന്ന സമയത്ത് അസുഖബാധിതനായി കിടന്ന് പ്രവാചകന്റെ അരികിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. ആ സമയത്ത് പ്രവാചകൻ പൊട്ടിക്കരയുന്നുണ്ട്. പൊട്ടിക്കരയുന്ന സമയത്ത് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, നിങ്ങൾ ഇങ്ങനെ കരയാണ്, നിങ്ങൾ റസൂലല്ലേ? അപ്പം ഹബീബായ റസൂൽ പറയുന്നത് ഇത് റഹ്മത്തിന്റെ കണ്ണീരാണെന്നാണ്. അപ്പം പ്രവാചകൻ കരഞ്ഞിട്ടുള്ള നിമിഷങ്ങൾ പോലും പ്രവാചകന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ആമുൽ ഹുസിൻ എന്ന് പറയുന്ന സവിശേഷമായിട്ടൊരു വർഷത്തെ എടുത്തു പറയുകയാണ്. അപ്പൊ ആ സമയത്തെ പ്രവാചകന്റെ ഒരു സങ്കടത്തിന്റെ ഒരു ആയത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഖദീജ ബീവി മരണപ്പെടുകയാണ്. പ്രവാചകന് താങ്ങും തണലുമായി നിന്നിട്ടുള്ള ഖദീജ ബീവി. അതുപോലെ തന്നെ പ്രവാചകനെ വാപ്പ മരിച്ച സമയത്ത് പ്രവാചകനെ എടുത്തു വളർത്തിയിട്ടുള്ള അബൂ ത്വാലിബ്, സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബ് മരണപ്പെടുകയാണ്. എന്നിട്ട് പ്രവാചകൻ സംരക്ഷണം തേടിയിട്ട് ത്വായിഫിലേക്കുള്ള അവിടെയുള്ള കുടുംബക്കാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവരെന്താ ചെയ്യുന്നത്? സ്വീകരിക്കല്ല, അവര് ആട്ടി പുറത്താക്കുകയാണ്. തെരുവ് കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് അസഭ്യം പറഞ്ഞ് പ്രവാചകന്റെ മുഖത്തു തുപ്പി അങ്ങനെ പ്രവാചകൻ അങ്ങനെ ചോര ഒലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ യഥാർത്ഥത്തിൽ അയ്യുന്നാസ് അഷദ്ദുൽ ബല അൽ അംബിയ എന്ന് പ്രവാചകൻ പറയുന്നത് സ്വന്തം ജീവിതത്തെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ഖലീൽ സാഹിബും ഒക്കെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദീൻ എന്ന് പറയുന്നത് എന്തല്ല, ദീനിന്റെ ഹക്കിന്റെ ഭാഗത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അലം നജഅൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണുകൾ നൽകിയില്ലേ? വലിസാനം വശഫത്തൈൻ വഹദൈനാഹു നജ്ദൈൻ. എന്നിട്ട് പഠിച്ചവൻ പറയുന്നത് എന്താണ്? ഫലക്തഅമൽ അഖബ. എന്തുകൊണ്ടാണ് നിങ്ങൾ അഖബ താണ്ടാത്തത്? ദീനിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് അത് മലമ്പാത, പ്രയാസങ്ങൾ നിറഞ്ഞ, ഇടുക്കങ്ങൾ നിറഞ്ഞൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് സമമാണ് എന്നാണ് അതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഇതല്ല എന്നുള്ളതാണ്. അപ്പം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു സമയത്ത് അതിന് പറയുന്നുണ്ട്, മറുപടി നൽകുന്നുണ്ട് നമുക്ക്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിളി കേട്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പ്രവാചകൻ മേൽക്കുപ്പായം ധരിച്ചിട്ടില്ല എന്നാണ് ആ ചരിത്രത്തിൽ പറയുന്നത്. അപ്പൊ പ്രവാചകന്റെ ശരീരം കണ്ട ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാണെന്നാണ്. ഒരു കുട്ടി കരയുന്നത് പോലെ ഉമർ റളിയല്ലാഹു അൻഹു കരയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രവാചകന്റെ ശരീരം മുഴുവൻ ഈത്തപ്പനയുടെ ഓലയുടെ പാടുകളാണ്. എന്താണ്? ഹബീബായ റസൂലിന്റെ മെത്ത, ആ ഈത്തപ്പനയുടെ ഓല മെടഞ്ഞ് അതിന്റെ മുകളിലായിരുന്നു പ്രവാചകൻ കടന്നിരുന്നത് എന്നാണ്. അപ്പൊ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല മെത്ത കൊണ്ടുവന്ന് തരാം. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? യാ ഉമർ, നമ്മൾ ഈ ദുനിയാവിലേക്ക് വേണ്ടി വന്നവരല്ല. കിസ്റയും കൈസറും ജീവിക്കുന്നത് പോലെ ഈ ദുനിയാവിന്റെ സുഖങ്ങൾ ആസ്വദിച്ച് നമ്മളങ്ങനെ പോകാൻ വേണ്ടി വന്നവരല്ല. അൽ ഹയാത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ആ അൽ ഹയാത്തിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ജീവിതം, അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങണം എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെയും നമ്മളെയും തിരുത്തുകയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഫലസ്തീൻ്റെ തന്നെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവർ ഉപരോധങ്ങൾ കൊണ്ട്, ഒക്ടോബർ 7 ആണെന്നാണ് പലരും പറയുന്നത്, പക്ഷെ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾ അത് ഒക്ടോബർ 7-നല്ല, 17 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫലസ്തീൻ ഉപരോധം കൊണ്ട്, ഗസ ഉപരോധം കൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയാണെന്നാണ്. അതായത് കരമാർഗവും കടൽ മാർഗവും ഭൂമിക്കടിയിലുമൊക്കെ ഇസ്രായേലിന്റെ
സർവേലൻസ് ആണ്. അങ്ങനെ ഉപരോധിക്കപ്പെടുന്ന ആ ഫലസ്തീനികൾ, അവിടെ യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് മാതൃക ഉണ്ട് എന്നാണ്. എങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിഅബ് അബീ ത്വാലിബിൽ ഉപരോധിക്കപ്പെടുന്നുണ്ട്. 3 വർഷത്തോളം ഹബീബായ റസൂൽ ഷിഅബ് അബീ ത്വാലിബിൽ ഉപരോധിക്കപ്പെടുകയാണ്. ആ സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട്, പ്രവാചകൻ ഭക്ഷിച്ചത് പച്ചിലകളാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ വിസർജ്യത്തെ കുറിച്ച് പറയുന്നത് അത് ആട് കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. അപ്പൊ ഫലസ്തീൻ എന്ന് പറയുന്നത് ലൈവായി ആ ഒരു ജനോസൈഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടിണി കൊണ്ട് മരിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മളൊക്കെ നൊമ്പരപ്പെടുത്തിയതാണ്, നമ്മളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ചതാണ്. അങ്ങനെ ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഷഹീദായ കാഴ്ചകൾ അത് വല്ലാത്ത വേദനയുള്ളതാണ്. പക്ഷേ ഇത് 3 വർഷം മുമ്പ്, 3 വർഷത്തോളം പ്രവാചകന്റെ ജീവിതത്തിൽ ഇതുപോലെ ഉപരോധിക്കപ്പെട്ടിരുന്നു എന്നാണ്. അപ്പം ഇബ്തിലാ, പരീക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അർത്ഥത്തിൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ പിന്നെ പല സന്ദർഭങ്ങളും റസൂൽ അനുഭവിച്ച ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, അതൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെയും വരച്ചു കാണിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അഹ്സാബിന്റെ സന്ദർഭം. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ തന്നെ അത് വിശദീകരിക്കുന്നുണ്ട്. ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് ജാഅത്തിൽ അബ്സാറു വബലഅത്തിൽ ഖുലൂബുൽ ഹനാജിർ വതളുന്നൂന ബില്ലാഹി ദുനൂന. നിങ്ങളുടെ മുകൾ ഭാഗത്തുകൂടെയും താഴ്ഭാഗത്തുകൂടെയും അങ്ങനെ എല്ലാ വശത്തുകൂടെയും ശത്രു സൈന്യം ഇങ്ങനെ ഇരച്ചു കയറിയ ഒരു സന്ദർഭം, നിങ്ങളുടെ കണ്ണുകൾ പുറന്തള്ളിപ്പോയ സന്ദർഭം, നിങ്ങളുടെ ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് എത്തിയ സന്ദർഭം, വതളുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് മറ്റെന്തൊക്കെയോ ചിന്തിച്ചു പോയ സന്ദർഭം. അതായത് റസൂലും സംഘവും അനുഭവിച്ചൊരു പ്രതിസന്ധിയെ വിശുദ്ധ ഖുർആൻ അത്ര ഭീകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് നമുക്ക് ചിത്രീകരിച്ചു തരുന്നത്. ഹുനാലിക ബുത്തുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ, വല്ലാതെ കിടുകിട ഉറപ്പിക്കപ്പെട്ട സന്ദർഭം. ഇങ്ങനെയാണ് അഹ്സാബിന് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നത്, നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഈ സന്ദർഭത്തിൽ പ്രവാചക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളൊക്കെ പട്ടിണിയുടെ നടുവിലാണ് ആ യുദ്ധത്തെ അഭിമുഖീകരിക്കുന്നത്. റസൂലിനെ കുറിച്ച് പറയുന്നത് വയറ്റത്ത് കല്ല് കെട്ടിവെച്ചുകൊണ്ടാണ് റസൂല് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. ഫലസ്തീനിൽ നമുക്കത് കാണാൻ പറ്റുന്നുള്ളതാണ്. അതായത് അത്രയും പട്ടിണിയിൽ അവർ കഴിഞ്ഞുകൂടുന്ന സമയത്ത് കല്ല് വെച്ചുകൊണ്ട്, കല്ല് കെട്ടിക്കൊണ്ട് ആ വിശപ്പിനെ അതിജയിക്കാൻ ശ്രമിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങള്, അവിടെയുള്ള യുവാക്കള്, അവിടെയുള്ള ഉപ്പമാർ, കാഴ്ചകളൊക്കെ നമ്മളും കണ്ടതാണ്. അതെ, അത്രയും ക്രൂരമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലെങ്കിൽ സ്വഹാബാക്കൾ അവര് അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിങ്ങനെ വിശദീകരിക്കണം. അഹ്സാബ് ഇങ്ങനെ വിശദീകരിച്ച് അത് അഹ്സാബ് സന്ദർഭങ്ങളെയൊക്കെ വിശദീകരിച്ചതിന് ശേഷം എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹിന്റെ ഈ റസൂല് ഉത്തമ മാതൃകയാണ്. ഫലസ്തീനിലെ ജനത കല്ലുവെട്ടി വെക്കുന്നത്, വയറ്റത്ത് കല്ലുവെട്ടി വെക്കുന്നതിന്റെ മാതൃക ആരാണ് എന്ന് ചോദിച്ചാൽ ഹബീബായ റസൂലാണ്. അപ്പൊ ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നവർക്ക് പോലും അള്ളാഹിന്റെ റസൂല് മാതൃകയാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബ്തിലാവിനെ കുറിച്ചിട്ടാണ്, പരീക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അള്ളാഹു എന്തുകൊണ്ടാണ് വിശ്വാസികളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നത് സ്വാഭാവികമായും നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ചോദ്യങ്ങളായിട്ട് വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ അതിന് ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും ഞാൻ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. എന്തിനാണ്? അതായത് നിങ്ങളിൽ വിശ്വാസികൾ ആരാണ്, അതുപോലെ തന്നെ സത്യനിഷേധികൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായിട്ട് അള്ളാഹു പറയുന്നത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് ഉഹദ് യുദ്ധത്തെ വിശകലനം ചെയ്യുന്നിടത്ത് പറയുന്നുണ്ട്, വയത്തഹിദ മിൻകും ശുഹദാ,
നിങ്ങളിൽ നിന്ന് ശുഹദാക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹു പരീക്ഷണങ്ങളെ നമുക്ക് നൽകുന്നത്, വിശ്വാസികൾക്ക് നൽകുന്നത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നതാണ്. ഇബ്തിലാഇന്റെ ഹിക്മത്തുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് സത്യവിശ്വാസികളും അതേപോലെ തന്നെ യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരം സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ആരാണ് ഈ ഹക്കിൻ്റെ മാർഗത്തിൽ അടിയുറച്ചാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസികൾ ആരാണ് എന്ന് തിരിച്ചറിയുന്ന അതേപോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ആരാണ് കപടന്മാർ എന്നതും ഈ സന്ദർഭത്തിൽ തിരിച്ചറിയും എന്നതാണ്. ഇതും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലയഅലമന്നല്ലാഹുല്ലദീന ആമനു വലയഅലമന്നൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങൾ ആരാണ്, അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ഈമാനുള്ള ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് യഥാർത്ഥത്തിൽ ഇത്തരം പരീക്ഷണങ്ങളുള്ള സന്ദർഭം. സത്യവിശ്വാസികളെ കുറിച്ച് കുറച്ചും കൂടി ആലോചിക്കുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികൾക്ക് കുറെ കൂടി അവരുടെ വിശ്വാസത്തിൽ ദൃഢത കൂടി വരുന്ന, അല്ലെങ്കിൽ അത്തരം യക്കീൻ കൈവരുന്നൊരു സന്ദർഭം യഥാർത്ഥത്തിൽ ഇത്തരം നിമിഷങ്ങളൊക്കെ ആയിരിക്കും. നേരത്തെ പരാമർശിച്ച അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ അഹ്സാബിൻ്റെ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും, ശത്രുക്കളുടെ വലിയൊരു സൈന്യം. അഹ്സാബ് എന്ന് പറയുന്നത് ഹിസ്ബിൻ്റെ ബഹുവചനാണ് അഹ്സാബ് എന്നുള്ളത്. വലിയൊരു അലയൻസ് ആണ് മുസ്ലിങ്ങൾക്കെതിരെ ഗത്ഫാനും ഖുറൈശികളും അതേപോലെയുള്ള ഒരുപാട് ഗോത്രങ്ങളൊക്കെ ചേർന്ന് വലിയൊരു അലയൻസ് മുസ്ലിങ്ങളെ തുടച്ചു നിൽക്കുന്നതിനാണ് അഹ്സാബുമായിട്ട് അവർ കടന്നു വരുന്നത്. ആ സന്ദർഭത്തിൽ ശത്രുക്കളെ കണ്ട സഹാബത്തിൻ്റെ ഒരു പ്രതികരണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹാദാ മാ വഅദന അല്ലാഹു വറസൂലും, അള്ളാഹും അവൻ്റെ പ്രവാചകൻ റസൂലും അവർക്ക് എന്താണ് വാഗ്ദാനം ചെയ്തതാണ് അല്ലേ. ലാസ്റ്റ് അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് വമാ സാദഹും ഇല്ലാ ഈമാനം വ തസ്ലീമ. ഇങ്ങനെ ശത്രുക്കൾ ഇരച്ചു കയറി വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു ഭീതിതമായ ഒരു കാഴ്ച കാണുന്ന സഹാബത്ത് എന്താണ് അവരുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഈമാനും അതേപോലെ തന്നെ സമർപ്പണവും അവർക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഗസയിലൊക്കെ ആലോചിക്കുന്ന സന്ദർഭത്തിൽ അങ്ങേയറ്റം പ്രതിസന്ധി നിൽക്കുന്ന സന്ദർഭത്തിലും നമുക്ക് പല ക്ലിപ്പുകളിലും പല വീഡിയോകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ കാണാൻ പറ്റും. ദീനിനെ തെറിവറിയുകയോ അല്ലെങ്കിൽ എന്തിനിത്തരം പരീക്ഷണങ്ങൾ എന്ന് നിരാശരായ ആളുകളല്ല നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. മറിച്ച് യഖീനോടുകൂടി അടിയുറച്ചു നിൽക്കുന്ന ആളുകൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈമാനുള്ള ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങളിലാണെന്ത് ഇത്തരം പ്രതിസന്ധികളും അതേപോലെ തന്നെ പരീക്ഷണങ്ങളും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കും. ഇതേ അഹ്സാബിൽ തന്നെ മറ്റൊരു മുനാഫിക്കുകളുടെ ഒരു നിലപാടുകൾ കൂടി പറയുന്നുണ്ട്. റസൂലിൻ്റെ അടുക്കൽ വ്യത്യസ്തങ്ങളായ ഉദിറുകൾ ചോദിച്ച് വന്ന മുനാഫിക്കുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഒരേ പ്രതിസന്ധി വന്ന സമയത്തിൽ ആരാണ് വിശ്വാസികളെന്നും ആരാണ് കപടന്മാർ എന്നും തിരിച്ചറിയുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു ഏത് അഹ്സാബ് എന്ന് പറയുന്നത്. അഹ്സാബ് എന്നല്ല, പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സത്യാസത്യങ്ങൾ ഹക്കും ബാത്തിലും യഥാർത്ഥത്തിൽ വേർതിരിക്കപ്പെടുന്ന ഇടം എന്നുള്ളത് ഇത്തരം പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലാണ് എന്നാണ് നമുക്ക് കുറച്ചും കൂടി വ്യക്തമാകുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതികഠിനമായിട്ട് വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മുമ്പും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദുരിതങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ദുരിതങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സമയത്ത് വിശ്വാസികൾക്ക് ഉണ്ടായിരുന്ന വലിയൊരു ഗുണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പല ഗുണങ്ങളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് സബർ എന്ന് പറയുന്നത്. പലപ്പോഴും സബറിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും മനസ്സിലാക്കുന്നത് സബർ എന്ന് പറയുന്നത് ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ സഹിക്കുക, ഇത് മാത്രമാണ് സബർ എന്നൊരു പരിമിതമായ മനസ്സിലാക്കൽ സബറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ശരിയല്ല. വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സബർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായൊരു അർത്ഥതലം അതിലുണ്ട്. ഷെയ്ഖ് യൂസുഫുൽ കർലാവി അദ്ദേഹത്തിന്റെ അസ്സബുറു ഫിൽ ഖുർആനിൽ കരീം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സബറിന്റെ 3 തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അസ്സബുറു അലാ ബലാഇ ദുനിയ, ദുനിയാവിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളിലും അല്ലെങ്കിൽ ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും ഒരു മനുഷ്യൻ സഹനം അവലംബിക്കുക. സഹനം എന്ന അർത്ഥത്തിലാണ് സബറിനെ പരിചയപ്പെടുത്തുന്നത്. ഒരു സബർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യന്മാർ അത് സഹിക്കുക എന്ന് പറയുന്നത്. അവിടെ ചോയ്സ് ഇല്ല, അത് അള്ളാന്റെ തീരുമാനമാണ്. അതെന്ത് ചെയ്യേണ്ടി വരും, അത് അവർക്ക്
ഏറ്റുവാങ്ങേണ്ടി വരും. അതിൽ പക്ഷെ അവിടെയും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു സമീപനം എന്താണ് എന്നത് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പ്രവാചകന്മാരിലൂടെയാണ്. ആ പ്രവാചകന്മാരെ കുറിച്ച് അതിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യൂബ് നബി ഒരുപാട് പരീക്ഷിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിന് വലിയൊരു അസുഖം ബാധിക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും അകന്നു പോകുന്ന രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന ശരീരം മുഴുവൻ ആ രോഗം പടർന്നു പിടിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നത് മാ യബ്ഖാ മിൻ അളുവിഹി, അദ്ദേഹത്തിന്റെ ശരീരത്തിലെ അവയവങ്ങളിൽ ഒന്നും ബാക്കിയായിരുന്നില്ല. സിവാ കൽബഹു, അദ്ദേഹത്തിന്റെ ഹൃദയം ഒഴിച്ച്, വലിസാനില്ലദി യദ്കുർ റബ്ബഹു, അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവും അദ്ദേഹത്തിന്റെ ഹൃദയവും ഒഴികെ ബാക്കി എല്ലാത്തിലും ആ ശരീരത്തിൽ ആ രോഗം ബാധിച്ചു എന്നതാണ്. വലം യബ്ഖാ മിൻ അഹ്ലിഹി സിവാ സൗജതിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഒഴികെ. അങ്ങനെ അത്രയും ദുരിതം അനുഭവിച്ച ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. അയ്യൂബ് നബി പ്രാർത്ഥിക്കുകയാണ്, ഇന്നി മസ്സനിയദ്ദുർറു വ അൻത അർഹമുർ റഹീം, ഞാൻ ദുരിതം ബാധിച്ചിരിക്കുന്നു. അൻത അർഹമുർ റഹീം, നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണയുള്ളവൻ എന്ന് അള്ളാഹുവിനോട് പറയണം. ആ പ്രാർത്ഥനയിൽ ഒരിക്കലും ഒരു ദുരിതം പറച്ചിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തിനാണ് പ്രവാചകനായിട്ട് അല്ലെ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു പ്രവാചകനായിട്ട് അള്ളാഹുവിന്റെ ദൗത്യം, ആ ദൗത്യത്തെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിപ്പിക്കുന്നത് എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നില്ല. അയ്യൂബ് നബി പറയുന്നത് ഇന്നി മസ്സനിയദ്ദുർറു, ഞാൻ ദുരിതം ബാധിച്ചിരിക്കുന്നു, വ അൻത അർഹമുർ റഹീം, നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണയുള്ളവൻ. ഇതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു സുബ്ർ എന്ന് പറയുന്നത്, അഥവാ അസ്സുബ്റു അലാ ബലാഇദ് ദുനിയ. രണ്ടാമത്തെ സുബ്ർ എന്ന് പറയുന്നത് അസ്സുബ്റു ഹബ്സുൻ നഫ്സ്, അത് ആത്മനിയന്ത്രണത്തിന്റെ സുബ്റാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, പരീക്ഷണം എന്ന് പറയുന്നത് ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല, അതിൽ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അങ്ങനെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകേണ്ടുന്ന ഒരു സുബ്റുണ്ട്. ആ സുബ്റാണ് ആത്മനിയന്ത്രണത്തിന്റെ സുബ്ർ എന്ന് പറയുന്നത്. ഇപ്പം റമളാൻ മാസത്തെക്കുറിച്ച് ഷഹ്റു സുബ്ർ, സുബ്റിന്റെ മാസം എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ അല്ലെ, എല്ലാ മനുഷ്യന്മാരും അവർക്ക് ഭക്ഷണം ഉണ്ട്, അവരുടെ മുമ്പിൽ ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹ് പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ തന്നെയും നിങ്ങളത് പൂർത്തീകരിക്കരുത് എന്ന് അള്ളാഹ് പറയാണ്. അപ്പൊ അള്ളാഹ് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉറപ്പിച്ചു നിർത്തുക. എനിക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹത്തെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്തുക. അതിൽ നമ്മളുടെ നിയന്ത്രണത്തെ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാതെ പടച്ച റബ്ബിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുക. അതിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് സുബ്ർ എന്നാണ്. അസ്സുബ്ർ ഹബ്സുൻ നഫ്സ്, അതെന്താണ്? അത് ആത്മനിയന്ത്രണത്തിന്റെ സുബ്റാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ സുബ്ർ. മൂന്നാമത്തെ സുബ്ർ എന്ന് പറയുന്നത് അസ്സുബ്റു അലാ അസീമത്തിൽ അംർ, സ്ഥൈര്യത്തിന്റെ സുബ്റാണ്, ഇസ്തിഖാമത്തിന്റെ സുബ്റാണ്, ഉറച്ചു നിൽക്കുക എന്ന അർത്ഥത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഫലസ്തീനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി അവരിൽ നമുക്ക് വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു ഗുണം കൂടിയാണ് ഈ സുബ്ർ എന്ന് പറയുന്നത്. അഥവാ വലിയ ദുരിതങ്ങൾ, ഒരു ചെറിയ പനി അല്ലെങ്കിൽ അസുഖങ്ങൾ എന്നതിലൊക്കെ അപ്പുറമുള്ള വലിയ ദുരിതങ്ങളാണ്. സ്വന്തം കൺമുമ്പിൽ വെച്ചുകൊണ്ട് കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും മരണപ്പെട്ടു പോകാൻ, വീടും നാട് മുഴുവൻ തകർന്ന് തരിപ്പണാവുക, എല്ലാ പ്രതീക്ഷകളും ജീവിതത്തിലെ മുന്നോട്ട് പോക്കിനി എങ്ങനെയാണ് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുക. അങ്ങനെ വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ മനുഷ്യന്മാർ പതറിപ്പോകും. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കേണ്ട സന്ദർഭത്തിൽ പതറിപ്പോകും. പക്ഷെ അങ്ങനെ ആ സന്ദർഭത്തിലും നിങ്ങൾക്ക് ഇസ്തിഖാമത്ത് ഉണ്ടാകണം, നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം.
അതിനെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് സൊബറായിട്ടാണ്. അത് സൂചിപ്പിക്കുന്ന ആയത്ത് നമുക്ക് കാണാൻ കഴിയും, ഈ യക്കും മീൻകും ഇഷ്റൂന സ്വാബിറൂന വയഅലബു മിഅത്തൈൻ. നിങ്ങൾ 20 സ്വാബിറുകളായ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 പേരെ അതിജയിക്കാൻ കഴിയും. 20 സ്വാബിറുകൾ എന്ന് പറഞ്ഞാൽ 20 അങ്ങനെ പതറാത്ത, അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന 20 പേര് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, നിങ്ങൾ 20 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സംഘത്തെ നിങ്ങൾക്ക് അതിജയിക്കാൻ കഴിയും. അപ്പം വലിയ ഒരു സംഘത്തെ അതിജയിക്കാൻ കഴിയുന്ന ഒരു മെക്കാനിസം, അതിന് വിശ്വാസികളെ പ്രാപ്തരാക്കി തീർക്കുന്ന ഒരു ഗുണമായിട്ടാണ് എന്ത് പറയുന്നത്, ആ സൊബറിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. പ്രവാചകന്മാരോടൊപ്പം യുദ്ധം ചെയ്ത വിശ്വാസികളെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര മനുഷ്യരാണ് പ്രവാചകന്മാരോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയിട്ടുള്ളത്. അപ്പൊ ആ സന്ദർഭത്തിൽ പോരാടുന്ന സമയത്ത് അവരെ കുറിച്ച് പറയണം, ഫമാ വഹനു ലിമാ അസ്വാബഹും ഫീ സബീലില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ അവരെ ഒരിക്കലും തളർത്തിയിട്ടില്ല. വമാ ലഅഫു വമസ്തഖാനു, അതവര് ഒതുങ്ങിക്കൊടുക്കുകയോ അത് കാരണം അവർ ഒതുങ്ങിക്കൊടുക്കുകയോ അതല്ലെങ്കിൽ അത് കാരണമായി ദൗർബല്യം കാണിക്കുകയോ ചെയ്തിട്ടില്ല. അവർ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഗുണമാണ് നമുക്ക് ഫലസ്തീനിലെ ജനതയിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു ഗുണത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ സൊബർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ 3 സ്വഭാവത്തിൽ അസ്സൊബറു അലാ ബലാ ഇദ്ദുന്യ, അസ്സൊബറു ഹബസുൻ നഫ്സ്, അസ്സൊബറു അലാ അസീമത്തിൽ അംർ എന്നീ 3 അർത്ഥതലങ്ങളിൽ സൊബറിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൊബറോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാകുന്നതോടൊപ്പം തന്നെ വിശ്വാസം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളിലായാലും ശരി, സന്തോഷങ്ങളിലായാലും ശരി, ഒരു വൈകാരികമായ സന്തുലിതം വിശ്വാസം നമുക്ക് നൽകുന്നുണ്ട്. അത് സുഖദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലും അനുഗ്രഹങ്ങളിലൊക്കെ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഹദീസിലൂടെ നമുക്ക് പറയണ്ടല്ലോ, അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസികളുടെ കാര്യം ഭയങ്കര അത്ഭുതകരമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ. ആ അത്ഭുതം എന്നുള്ളത് എന്താണ്? അത് സത്യവിശ്വാസികൾക്ക് മാത്രമായിട്ടുള്ള സംഗതിയാണ്. ഇൻ അസാബത്ഹു സബ്ര ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്ഹു ദർറ സബറ ഫകാന ഖൈറൻ ലഹു. പ്രയാസം വരുന്ന സന്ദർഭത്തിൽ സൊബർ അവലംബിക്കും, സന്തോഷം വരുന്ന സന്ദർഭത്തിൽ ശുക്ർ അവലംബിക്കാനുള്ള. പരിധി വിട്ട സന്തോഷങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിരുവിട്ട നിരാശയിലേക്കോ വിശ്വാസി പോകില്ല എന്നുള്ള ഒരു മധ്യമ സ്ഥാനത്ത് നിൽക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലൊക്കെ നോക്കുമ്പോൾ അതിൽ ഏറ്റവും രസകരമായ ഒരു ഉദാഹരണം കാണാൻ സാധിക്കുന്നത് ഖൻസാർ റളിയല്ലാഹു അൻഹുവിലെ ആ ഒരു ഉദാഹരണം കാണാൻ സാധിക്കും. ഖൻസാർ റളിയല്ലാഹു അൻഹ എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലെ വളരെ അറിയപ്പെട്ട കവിയത്രിയാണ്. റസാ അഥവാ വിലാപ കാവ്യത്തിലാണ് ഖൻസാർ റളിയല്ലാഹു അൻഹയുടെ ആദ്യ കാലഘട്ടത്തിലെ കവിതകൾ ഉണ്ടായിരുന്നത്. തമാദുർ ബിൻ അംർ എന്നുള്ള പേരിലാണ് ഖൻസാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമുള്ളത്. ഒരു യുദ്ധത്തിൽ ഖൻസാർ റളിയല്ലാഹു അൻഹയുടെ 2 സഹോദരന്മാർ, സഹർ, മുആവിയ എന്ന് പറയുന്ന 2 സഹോദരന്മാർ ആ യുദ്ധത്തിൽ വെച്ച് മരിക്കുകയാണ്. അപ്പം ജാഹിലിയ കാലഘട്ടത്തിലാണ്. ഈ വാർത്ത ഖൻസാർ റളിയല്ലാഹു അൻഹുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ വിലാപ കാവ്യ എഴുതി കരഞ്ഞ് കാഴ്ച മങ്ങിയ ചരിത്ര ഖൻസാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഇതേ ഖൻസാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഖാദിസിയ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഖൻസാർ റളിയല്ലാഹു അൻഹയുടെ 4 മക്കൾ അവിടെ ഷഹീദാകാണ്. ഈ വിവരം അറിഞ്ഞ ഖൻസാർ റളിയല്ലാഹു അൻഹ അതിന് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബി ഇസ്തിഷാദിഹിം, എൻ്റെ മക്കളുടെ ഷഹാദത്ത് നൽകി എനിക്ക് ഷറഫ് നൽകിയ, ആദരവ് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്നാണ്. നേരത്തെ അവിശ്വാസിയായിരിക്കുന്ന സന്ദർഭത്തിൽ കരഞ്ഞ് കണ്ണ് കാഴ്ച മങ്ങിപ്പോയ അതേ ഖൻസാർ റളിയല്ലാഹു അൻഹു ഇവിടെ വരുന്ന സന്ദർഭത്തിൽ 4 മക്കൾ മരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. ഈ ഒരു വൈകാരികതയിലെ ഒരു സന്തുലിതത്വം എന്ന് പറയുന്നത് സത്യവിശ്വാസികൾക്ക് ഈ ദർശനം, ഈ ഹക്കിൻ്റെ മാർഗത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാലും ശരി, അവർക്ക് നൽകുന്ന ആശ്വാസം അപാരമാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഒരുപക്ഷെ ഗസയിലുള്ള ആളുകൾക്കും അവരനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട അനുഭൂതി എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അനുഭൂതിയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലൈസ ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വിശ്വാസികൾക്കല്ലാതെ
വേറൊരാൾക്കും അത് ഉണ്ടാകൂല. ഇപ്പം ഹൻസ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജാഹിലിയ കാലത്താകുമ്പോൾ അങ്ങനെ അതിര് വിട്ട് പിന്നെ ഒരു അതിര് കവിയൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ വിശ്വാസിയാകുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അത് അൽഹംദുലില്ലാ എന്ന് പറയാനുള്ളൊരു മാറ്റം, അതിലേക്ക് എത്തുന്നത് ഈ പറയുന്ന ഒരു വസത്തിയത്തിലേക്ക് അവരെ വിശ്വാസം അവരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ വരുന്ന അത് അനുഗ്രഹങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ദുരിതങ്ങളാണെങ്കിലും ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നേരത്തെ തന്നെ ഇതൊരു കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബി മിൻ ഖബ്ലി അൻ നബ്റഅഹ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്. എന്നിട്ട് അതിനോട് അള്ളാഹു ചേർത്ത് പറയുന്നത് ലികൈല തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. എന്തിനാണ്? അതായത് ഈ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ ആ അർത്ഥത്തിൽ നിങ്ങളെ പരീക്ഷിക്കുന്ന സമയത്തും അതിൽ നിങ്ങൾ എന്താക്കാൻ പാടില്ല, തകർന്നു പോകാനും പാടില്ല, അമിതമായി ആഹ്ലാദിക്കാനും പാടില്ല. സന്തുലിതത്വമായ സമീപനം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ ആയത്തുകളിലൂടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കൂടുതലായിട്ട് ചർച്ച ചെയ്തത് സുന്നത്തുൽ ഇബ്തിലാഇനെ കുറിച്ചിട്ടാണ്. അപ്പം അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു സുന്നത്താണ് സുന്നത്തുൻ നസ്രി വ തംകീൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്, ഇതിനോടുള്ള നമ്മളുടെ ഒരു സമീപനം അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സുന്നത്തുള്ളയിൽ നമ്മൾ പരിചയപ്പെട്ടതുപോലെ തന്നെ അള്ളാഹിൻ്റെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സുന്നത്തു നസ്ർ വ തംകീൻ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ സഹായവും അതേപോലെ തന്നെ അള്ളാഹു അധികാരം നൽകുകയും ബന്ധപ്പെട്ടുള്ളത്. സഹായവുമായി ബന്ധപ്പെട്ട് പൊതുവെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പലപ്പോഴും അതിനെ വളരെ ഭൗതികമായ രീതിയിൽ നമ്മളതിനെ വായിക്കാറുണ്ട്. സഹായം അല്ലെങ്കിൽ വിജയം എന്നാൽ ശത്രു സൈന്യത്തിന് മേൽ സൈനികമായി സംഭവിക്കുന്ന അല്ലെങ്കിൽ ഭൗതികമായി സംഭവിക്കുന്ന വിജയങ്ങൾ എന്നൊക്കെ പലപ്പോഴും നമ്മൾ മനസ്സിലേക്ക് വരാറുള്ളത്. അതേസമയം നസ്ർ എന്നുള്ളതിൻ്റെ ഒരു വിശാലാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അത് കേവലം ഭൗതികമായ അർത്ഥത്തിൽ മാത്രമല്ല, ഭൗതികം എന്നുള്ളതിൻ്റെ താല്പര്യമാണ് എന്നതോടൊപ്പം തന്നെ അതിന് വ്യത്യസ്തങ്ങളായ മാനങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഹുദൈബിയ സന്ധി പിന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ 6-ാം വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് ഖുറൈശികൾ റസൂലിനെ തടയുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ ഉടമ്പടിയിലേക്ക് എത്തുകയാണ്. ഉടമ്പടിയിലേക്ക് എത്തുമ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആ ഉടമ്പടി എന്നുള്ളത് പിന്നെ ഇസ്ലാമിക സമൂഹത്തിന് എതിരെയോ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം അവിടെ പരാജയപ്പെടുന്നത് പോലെയാണ് നമുക്കവിടെ അനുഭവപ്പെടാറുള്ളത്. കാരണം റസൂലും സഹാബത്തും ഇറങ്ങി പുറപ്പെട്ട ഒരു ഉദ്യമത്തെ വഴിയിൽ വെച്ച് തടയപ്പെടുകയും അത് നിങ്ങൾ ഈ വർഷം ചെയ്യേണ്ട അടുത്ത വർഷം നിങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഇസ്ലാമിലേക്ക് മക്കയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ മദീനയിലേക്ക് അവരെ സ്വീകരിക്കാൻ പാടില്ല. ഇങ്ങനെ ഇസ്ലാമിന് പ്രത്യക്ഷത്തിൽ ഉപദ്രവമാകുന്ന രൂപത്തിലുള്ള ഉടമ്പടികളൊക്കെയാണെന്ത് അതിലുള്ളത്, റസൂൽ ഒപ്പുവെക്കുന്നത്. ഇതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അലസ്ന അലൽ ഹക്ക്, അല്ലേ റസൂലെ നമ്മൾ ഹക്കിൻ്റെ മാർഗത്തിൽ തന്നെയല്ലേ, അലൈസ അദൂന അലൽ ബാത്തിൽ, നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്ന അവരല്ലേ യഥാർത്ഥത്തിൽ ബാത്തിലിന് ആളുകൾ എന്നൊക്കെ ഉമർ ഖത്താബ് റസൂലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു നിർണായകമായ സംഭവമായിട്ട് അത് മാറാൻ വിശുദ്ധ ഖുർആൻ അതിനെ സ്ഥാപിക്കുന്നതാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, വ്യക്തമായ വിജയം ഏത് എന്ന് ഉള്ള അർത്ഥത്തിൽ ആ ഹുദൈബിയ സന്ധിയെ പ്രത്യക്ഷത്തിൽ പരാജയപ്പെടുത്തുന്ന ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു സന്ധിയെ നമുക്കവിടെ വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്നുള്ളത് പ്രത്യക്ഷത്തിലുള്ള സംഗതി അല്ലെങ്കിൽ ഭൗതികമായ അർത്ഥത്തിൽ മാത്രമല്ല വിജയത്തിന് മാനദണ്ഡങ്ങൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി എന്നുള്ളത് ഒരുപക്ഷെ വ്യക്തികൾ അവിടെ പരാജയപ്പെടുന്നുണ്ടാവും, ആത്യന്തികമായ വിജയം ദീനിനായിരിക്കും എന്നതാണ്. വ്യക്തികൾ പലപ്പോഴും പരാജയപ്പെടും, പക്ഷെങ്കിൽ നസ്ർ സംഭവിക്കുക എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് ഈ ഹക്കിൻ്റെ മാർഗത്തിനായിരിക്കും, ഈ ദീനിനായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു സംഗതി ഇതിലോട് ചേർത്ത് വായിക്കേണ്ടതെന്നുള്ളത് ഇബ്തില ഇല്ലാതെ ഒരിക്കലും നസ്ർ സാധ്യമല്ല എന്നുള്ളതാണ്. പരീക്ഷിക്കപ്പെടാതെ ഒരിക്കലും നസ്ർ സാധ്യമല്ല. ഏതോ ഒരു ചാരു കസേരയിൽ നിന്ന് വളരെ സുന്ദരമായി ലഭിക്കുന്ന സംഗതിയുടെ പേരല്ല നസ്ർ, മറിച്ച് അത് ഇബ്തിലയിലൂടെ മാത്രം, പരീക്ഷണത്തിലൂടെ മാത്രം സംഭവിക്കുന്നതാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയോട് പിന്നെ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഖൈർ, പിന്നെ തംകീനാണോ, നിങ്ങൾക്ക് അധികാരം ലഭിക്കുന്നതാണോ ഖൈർ, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളതാണോ ഖൈർ എന്ന് ചോദിക്കുന്നുണ്ട്.
ഇമാം ഷാഫി റഹിമുള്ള അതിന് കൊടുക്കുന്ന മറുപടി എന്നുള്ളത്, പരീക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ ഇബ്തില ഇല്ലാതെ തെംകീൻ സാധ്യമല്ല. പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് അധികാരം നൽകുകയില്ല എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ അതിൻ്റെ നസ്റിന്റെ രൂപങ്ങളും ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. സൈനികമായ വിജയങ്ങൾ മാത്രമായിരിക്കില്ല, നെറേറ്റീവുകൾ സംഭവിക്കുന്ന വിജയം. കുറച്ചും കൂടി സമകാലത്തിലേക്ക് വായിക്കുന്ന സന്ദർഭത്തിൽ നെറേറ്റീവുകൾ സംഭവിക്കുന്ന വിജയം എന്നുള്ളത് അതും നസ്റിന്റെ ഭാഗം തന്നെയാണ്. ശത്രുക്കളുടെ കുതന്ത്രം പരാജയപ്പെടുക എന്നുള്ളതും നസ്റിന്റെ ഭാഗമാണ്. നമ്മൾ പിന്നെ ഇസ്ലാമിന്റെ കെലിമത്തിനെ, അതിനെ ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ, അതിൻ്റെ ഉദ്യമങ്ങൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അതും നസ്റിന്റെ ഭാഗമാണ്. നസ്ർ എന്നുള്ളത് അതിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകും എന്നതാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് തെംകീൻ എന്നുള്ളത്. തെംകീൻ എന്നുള്ളതും അള്ളാഹുവിൻ്റെ പിന്നെ വാഗ്ദാനത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. പരീക്ഷിക്കപ്പെടുന്ന എല്ലാ ആളുകളും എല്ലാ കാലത്തും അവർ എന്താണ് മർദ്ദിതരായി പരീക്ഷിക്കപ്പെട്ട് വേദനകൾ അനുഭവിച്ചു പോകുക എന്നുള്ളതല്ല. വിശുദ്ധ ഖുർആൻ ബനൂ ഇസ്രായേൽ അങ്ങേയറ്റം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് വനുരീദു അൻ നമുന്ന അലല്ലദീന ഉസ്തുദഇഫു ഫിൽ അർദ് വനജഅലഹുമുൽ അഇമ്മ വനജഅലഹുമുൽ വാരിസീൻ. യഥാർത്ഥത്തിൽ മർദ്ദിതരായ ആളുകളെ ഭൂമിയുടെ അവകാശികളാക്കും എന്നുള്ള വാഗ്ദാനം നൽകുന്നത് ബനൂ ഇസ്രായേൽ അങ്ങേയറ്റം എന്താണ് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ അവര് പിന്നെ അവിടെ ഉണ്ടായിരുന്ന അങ്ങേയറ്റം വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അപ്പം തീർച്ചയായും ഇത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. സുന്നത്തുള്ളനെ ഈ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നസ്റും തംകീനും എന്നുള്ളത് സാധ്യമാണ്. അത് ഏത് കാലഘട്ടത്തിൽ എപ്പോൾ സംഭവിക്കൂ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഹിക്മത്തിന്റെ ഭാഗമാണ്. അതേസമയം തന്നെ അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി, അതും ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അത് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചിട്ടേ ഈ ദുനിയാവ് അവസാനിക്കുകയുള്ളൂ എന്നുള്ളത് ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ ഒരു പ്രതീക്ഷ വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് എപ്പോഴും നൽകുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സമയത്തൊക്കെ. ഇപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു ആയത്ത്, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർദിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. വലിയൊരു ഭീഷണിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അതിന്റെ ബാക്കി ഭാഗത്ത്, ആയത്തിന്റെ ബാക്കി ഭാഗത്ത് വരുന്നത് ഫഔഹ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്ന അസ്സാലിമീൻ. ആ സമയത്ത് അള്ളാഹ് അവർക്ക് വഹി ഇറക്കി കൊടുക്കുക. ഈ പ്രവാചകന്മാരോട് പറയുന്നത് അങ്ങനെയല്ല, ലനുഹ്ലികന്ന അസ്സാലിമീൻ, ഈ ലാലിമുകൾ അള്ളാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ എത്ര അധികാരശക്തി ഉപയോഗിച്ചു, എത്ര ഭൗതികമായി അവരെത്ര ശക്തരാണ് എന്ന് പറഞ്ഞാൽ പോലും അറ്റ് ലാസ്റ്റ് അവരെന്താണ് പരാജയപ്പെടാനുള്ളവരാണ് എന്ന ഒരു വലിയ സന്ദേശം, ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ വിശുദ്ധ ഖുർആൻ എപ്പോഴും ദുരിതം അനുഭവിക്കുന്ന, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നിടത്തൊക്കെ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതിന്റെ തൊട്ടു ശേഷമുള്ള ആയത്ത് പറയുന്നത് വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം. അവര് ആ ലാലിമുകളെ പിന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് മാത്രമല്ല, വലനുസ്കിനന്നകും, അതിനുശേഷം നിങ്ങളെ നാം അവിടുത്തെ അധികാരികളാക്കി മാറ്റും, അല്ലെങ്കിൽ അതിനുശേഷം അവിടെ നിങ്ങളെ അതിൻ്റെ ആളുകളാക്കി മാറ്റും, അവിടെ നിങ്ങൾക്ക് അധികാരം ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ഈ വാക്കുകൾ, ഈ ആയത്തുകളൊക്കെയും വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷയുണ്ട്. ഫലസ്തീനെ കുറിച്ചും നമ്മൾ വിലയിരുത്തുന്നത് അങ്ങനെയാണല്ലോ. ഇസ്രായേൽ അവരുടെ വംശഹത്യയുടെ എത്ര മൂർത്തമായ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് അവർ കടന്നു ചെന്നാലും, എത്ര വലിയ ആയുധങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്താലും, എത്ര വലിയ മിസൈലുകളും ഡ്രോണുകളും അയച്ചാലും, ഈ മിസൈലുകൾക്കും ഡ്രോണുകൾക്കൊക്കെ മുകളിലാണ് പടച്ചവന്റെ അർശുള്ളത്. ആ പടച്ചവൻ ഇത് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. പക്ഷെ അത് എപ്പോഴാണ് എന്നുള്ളത് അള്ളാന്റെ അടുത്താണ്. പക്ഷെ അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഫലസ്തീനിലെ ജനത പോരാടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പോരാട്ടത്തിന്റെ വലിയൊരു ഊർജം എന്ന് പറയുന്നത് അത് പിന്നെ അള്ളാഹുവിന്റെ ഇടപെടൽ സംഭവിക്കും, അത് വരാനുണ്ട്, അതിനുള്ളൊരു കാത്തിരിപ്പാണ്. അതിനിടയിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിൽ പലരും രക്തസാക്ഷികളാകും, ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെടും. അത് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത് ശുഹദ എന്ന് പറയുന്ന മഹത്തരമായൊരു ദർജയിലേക്കുള്ള അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭാഗമാകും എന്നൊരു വിശ്വാസത്തിന്റെ ഭാഗം. അള്ളാഹിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് അത് അങ്ങനെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തിൽ നമുക്കറിയാം അല്ലെ, പിന്നെ ചെങ്കടലിലും
അതുപോലെ തന്നെ ഫിർഔനിന്റെ കിങ്കരന്മാർക്കിടയിൽ പെട്ടുപോയ ഒരു സമയമാണ് അല്ലെ. കടലിനും പിശാചുക്കൾക്കും ഇടയിൽ പെട്ടുപോയതുപോലെ ഫലസ്തീനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് പിശാചുക്കളും. ഇതിനിടയിൽ പെട്ടുപോയൊരു സമയം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ നിൽക്കുന്ന സമയത്ത് കൂടുള്ളവർ പറയുന്നുണ്ട്, ഇന്നല മുദറക്കൂൻ, നമ്മളിത് പിടിക്കപ്പെട്ടിരിക്കും. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, അങ്ങനെയല്ല, എൻ്റെ റബ്ബ് വഴി നടത്തും എന്ന് പറയാനുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഈ വിശ്വാസമാണ് ഫലസ്തീനികൾക്കുള്ളത്. പിശാചിനും ചെങ്കടലിനും ഇടയിൽ പെട്ടുപോയ സമയത്തും അവരുടെ ഉള്ളിൽ നിൽക്കുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉള്ളിലുണ്ടായിരുന്ന അതേ വിശ്വാസമാണ്. കാരണം ഇത് ഈ പ്രതിസന്ധികളെ പിളർത്തി, ചെങ്കടലിനെ പിളർത്തിയതുപോലെ ഈ പ്രതിസന്ധികളെ പിളർത്തി അവരെ വിജയിപ്പിക്കുകയും പിറകിൽ വരുന്ന സകല ഫിർഔനുമാരും ഈ മുങ്ങി മരിക്കാനുള്ളതാണ് എന്നുള്ള പ്രതീക്ഷയാണ് എന്ത് ചെയ്യുന്നത്, അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നതാണ്. ഈ വിശ്വാസം, ഈ പ്രതീക്ഷയാണ് അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കുന്നത് എന്നതാണ്. നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കുന്നിടത്ത് അള്ളാഹു നൽകുന്ന ഒരു പ്രതീക്ഷയും കൂടിയാണ് ഇപ്പം ജവാദ് സാഹിബും ഖലീൽ സാഹിബും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്കൊരു ആയത്ത് കാണാൻ സാധിക്കും. അം ഹസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, പരീക്ഷണങ്ങളൊന്നും ബാധിക്കാതെ നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ള സമൂഹങ്ങളെ ബാധിച്ചിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകാതെ നിങ്ങൾക്കങ്ങ് സ്വർഗത്തിലേക്ക് കടന്നു കളയാം എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മസ്സത്തുഹുമുൽ ബഅസാ വളറാ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മാഹു. അതായത് എത്രത്തോളം അവരെ പരീക്ഷിച്ചു, ആ പരീക്ഷണത്തിന്റെ കാഠിന്യത്തെയാണ് അള്ളാഹു കുറിക്കുന്നത്. പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിച്ചിട്ടുണ്ട്. സുൽസിലു, അവരെ കിടിലം കൊള്ളിക്കുന്ന പരീക്ഷണങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള റസൂലും അതുപോലെ തന്നെ വിശ്വാസികളും പറഞ്ഞുപോയി എന്ന മത്താ നസ്റുള്ള, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക എന്ന് പറഞ്ഞതിന് ശേഷം ആയത്തിന്റെ തുടർച്ചയിൽ അള്ളാഹു പറയുന്നതാണ് വലിയൊരു പ്രതീക്ഷ. അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, നിശ്ചയമായും അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത് അത് അരികിൽ തന്നെയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ. ഇത് അള്ളാഹുവിന്റെ ഉറപ്പാണ്. ജാ അൽ ഹഖ്, സത്യം എന്ന് പറയുന്നത് അത് പുലരുക തന്നെ ചെയ്യും. വസഹഖൽ ബാത്തിൽ, ബാത്തിലുകൾ, മിഥ്യകൾ, അസത്യങ്ങൾ അത് തകർന്നടിയുക തന്നെ ചെയ്യും. ഇന്നൽ ബാത്തില കാന സഹൂഖ, ഈ ലോകത്ത് അനീതിയിൽ അതുപോലെ തന്നെ അധർമ്മത്തിൽ പടുത്തുയർത്തപ്പെട്ട ഏത് അധികാരങ്ങളും അത് തകർന്ന് തരിപ്പണമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഫലസ്തീനിൽ സ്വതന്ത്രമാക്കപ്പെട്ട ഖുദ്സിൽ അങ്ങനെ പോയി ഇബാദത്തുകൾ ചെയ്യുവാനും സുജൂദുകൾ നടത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സംസാരം ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. ഇൻഷാ അല്ലാഹ്.